ആയി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിലൊക്കെ വെല്ലുവിളികളുടെ ഒരു ഘോഷയാത്ര തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ലീഗ് ആയാലും എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ. ഒരു ഭാഗത്ത് CPM ആവുമ്പോൾ മറുഭാഗത്ത് ലീഗ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ലീഗാണല്ലോ അവരുടെ എല്ലാം ശത്രുക്കൾ. SDPക്കായാലും ലീഗാണ് ശത്രു, BJPക്കായാലും ലീഗാണ് ശത്രു, CPMനായാലും ശത്രു ലീഗ് തന്നെ. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വല്ലാത്തൊരു തോൽവിയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. UDFന്റെ വലിയൊരു ആധിപത്യം തന്നെ കേരളത്തിലുടനീളം ഉണ്ടായി. അത് അവരെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലപ്പുറമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഇത്തരത്തിലുള്ള വെല്ലുവിളി ഇപ്പോഴിതാ സുൽത്താൻ ബത്തേരിയിലെ ഒരു DYFI നേതാവിൻ്റെ വെല്ലുവിളി. കാരണം കാലും വെട്ടും കയ്യും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആയിരുന്നു. ആരെയാണ് തലവെട്ടുന്നത്, ആരെയാണ് കാല് വെട്ടുന്നത്? ഇപ്പോൾ DYFIയുടെ ഒരു നേതാവിൻ്റെ ഒരു വെല്ലുവിളി നമുക്ക് കേൾക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ മതി, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ കട്ടിലിൻ്റെ കാല് പിടിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ലീഗ് നേതാവിനെതിരെ, അല്ലെങ്കിൽ ലീഗിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കെതിരെ DYFIൻ്റെ ബത്തേരിയിലുള്ള പ്രാദേശിക നേതാവിൻ്റെ വെല്ലുവിളി എന്നുള്ളത്. പ്രിയപ്പെട്ട സഖാവ്, ആര് എപ്പോൾ എവിടെ വെച്ച് മരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ മയ്യത്തിൻ്റെ കാല് പിടിക്കാൻ കുടുംബാംഗങ്ങൾ ഒരുപാടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ ഈ വെല്ലുവിളിക്കുന്ന താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ആ മയ്യത്ത് കുയ്യിലെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ചിതയിൽ വെക്കാൻ ആരൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വെല്ലുവിളികൾ അത് ആര് നടത്തിയാലും ഏത് പാർട്ടി നടത്തിയാലും ഒട്ടും നല്ലതല്ല. ആവേശത്തിന് അണികളുണ്ടാവും കയ്യടിക്കാൻ, പക്ഷെ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുന്നത് നമ്മളെല്ലാവരും നല്ലതാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതൊന്ന് ഓർത്തിരിക്കുന്നത്. ഏതായാലും ആ ഒരു വെല്ലുവിളി ഒന്ന് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും നന്നാകും. ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തമ്മാടിയുണ്ട് ഷബീർ.